നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2 ദിവസം ഇല്ലായിരുന്നു. 2 ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ കടന്നുപോയി. അങ്ങനെ ഇപ്പം രാജ്യം അതെ, നമ്മുടെ ശരത്തില്ലാത്ത ദിവസമാണ് നമ്മുടെ സർവേ ഫലം പുറത്തു വിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പോയി. മൊത്തം ട്രെൻഡിങ് അനുസരിച്ച് നമുക്ക് എങ്ങോട്ടാണ് കാറ്റെങ്ങോട്ടാണ് വീശുന്നത് മൊത്തം. UDF അനുകൂലമാണ് നമ്മുടെ സർവേ അനുസരിച്ച്. അതെ, മൊത്തത്തിൽ അങ്ങനെ ഒരു ഉണ്ട്. നമുക്കും LDF മോശമല്ല, NDAക്കും എല്ലാം അല്പം ചെറിയ ശുഭപ്രതീക്ഷയ്ക്കൊക്കെ വകുപ്പുണ്ട്. അങ്ങനെ സർവേ ആണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഇതിൽ മുറുകെ പിടിക്കുന്നില്ല. തീർച്ചയായും അത് അതിന്റെ ഇലക്ഷൻ നടന്നാൽ മാത്രം നമുക്ക് അറിയാം. നമുക്കൊരു ധാരണ കിട്ടുമല്ലേ ഇതിന്റെ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മൾ നേരിട്ടാണ് പോയത്. നമ്മൾ അവർ ഏജൻസി അയപ്പിച്ചില്ല, നമ്മൾ തന്നെ നേരിട്ട് പോയി. ഇന്നലെ എനിക്കൊന്ന് സർവേയിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ചീത്ത കേൾക്കേണ്ടി വരുന്നതും ഇപ്പം നല്ലത് കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. കാരണം ഈ ഗവൺമെന്റിന്റെ ചീത്തക്കാരെ അവരെ കാണാൻ കിട്ടുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അവർ ശാപങ്ങളല്ല ഇവരെ കുറിച്ചുള്ള തെറികളെല്ലാം കേൾക്കുന്നത് നിങ്ങളായിരിക്കും. സർവേക്കാതെ നമുക്ക് സർവേ ഫലം മാത്രമേ പുറത്തുവിടാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കൊന്ന് അനുഭവം ഇല്ലാത്ത അനുഭവങ്ങൾ ഇന്നലെ അത് ലൂസ് ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു. പോയ അനുഭവങ്ങൾ രസകര അനുഭവങ്ങളായിരുന്നു കാര്യങ്ങളൊക്കെ. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പൊ ഇലക്ഷൻ പോയി. ഇപ്പൊ ഏതാണ്ട് അല്പം പിന്നെ ഇന്ന് ഒരു ഫസ്റ്റ് ഫേസ് ആണല്ലോ. തമിഴ്നാട് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനത്ത് നമ്മുടെ ലാലുവൊക്കെ പോയി വോട്ട് ചെയ്തിട്ട് വന്നു. അപ്പോൾ എന്തായാലും അതൊരു നല്ല കാര്യമായി. തുടക്കമാണല്ലോ പ്രധാനം. രാജസ്ഥാനൊക്കെ ഉണ്ട്, വേറെ ബംഗാളിലൊക്കെ താടിയും ഗുസ്തി ബോളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതിനിടയിൽ കൂടെ നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇന്ന് ഇസ്രായേൽ ഇറാനിലേക്ക് അവരൊരു ആക്രമണം നടത്തി. ആക്രമണം അത് ഏതാണ്ട് വളരെ രസകരമാണ്. രണ്ടുപേരും ആക്രമണങ്ങൾ. അത് ഇറാൻ അങ്ങോട്ട് ഒരു ആക്രമണം നടത്തിയിട്ട് മതി, നിർത്തി, ഞങ്ങൾ ഇനി യുദ്ധമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ഇല്ലാന്നും പറഞ്ഞില്ലെങ്കിൽ തിരിച്ചൊരു ആക്രമണം അവരും നടത്തി. കുട്ടികൾ എനിക്ക് പറയാൻ പണ്ട് ഈ കൊച്ചു കുട്ടികൾ വലിയ ആൾക്കാരെ ഇടിച്ചിട്ട് പറഞ്ഞ് നിർത്തി ഇനിയില്ല ആ ഒരു ഫീൽ എന്നത്. അതായത് അവർക്കറിയാം ഇപ്പൊ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയാൽ അവർക്ക് സംഭവിക്കാൻ പറ്റും. കാരണം മാത്രമല്ല ഇവർക്ക് ലോകത്തിന് മുമ്പിൽ അവർക്കൊന്ന് എണീറ്റ് നിൽക്കുകയും വേണം. അതായത് നമ്മൾ അത്രയും ചെറുതല്ല, തൊട്ടാൽ തിരിച്ചടിക്കാൻ പറ്റും, നമ്മൾ മറ്റവരെ പോലെ അല്ല എന്നുള്ള രീതിയിൽ കാണിക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പേരിന് തൊട്ടിട്ട് ഒന്ന് കൊട്ടിവിട്ടു. പക്ഷെ നമുക്കറിയാം ഇസ്രായേൽ എന്തായാലും രണ്ടു കൂട്ടരും തമ്മിൽ യുദ്ധം നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഏതായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയ ഒരു വിഷയമില്ല. നമ്മളെ വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇവിടെ വളരെ ആവേശ പോരാട്ടമാണ്. എന്തായാലും പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കളൊക്കെ വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉണ്ട്, പിന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനമന്ത്രി വന്നു, പിന്നെ ഇനി JP നദ്ദ വരുന്നുണ്ട്. എല്ലാവരും വരുമായിരിക്കും, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരും. ഇത് ഇപ്പം ഇലക്ഷൻ ഓരോ ഫേസും കഴിയുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് പണി അത്രയും കുറയാണ്. ഇപ്പം ഓരോ ഭാഗവും ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് തീർത്തു. ഇനി ആ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. എനിക്കൊന്ന് 26-ാം തീയതി ഇപ്പോൾ അടുത്ത ഫേസ് വരുമ്പോഴത്തേക്കും അടുത്ത ഫേസ് ഉണ്ട്. വരുമ്പോഴത്തേക്കും കൂടുതൽ അവർക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ നോട്ടം ഇടാൻ മാത്രമല്ല കേരളത്തിലെ തന്നെ ഉള്ള നേതാക്കന്മാർക്ക് പലർക്കും മറ്റു സംസ്ഥാനങ്ങളിൽ പോയി വേണമെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യും. സമയമുണ്ട്. പണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിനെയും BJP CPM സംബന്ധിച്ച് അവരെ നേതാക്കൾ, CPM ആദ്യ സംസ്ഥാനങ്ങളിൽ പിന്നെ ഇല്ല എങ്കിലും മറ്റുള്ള രണ്ടുപേരെ സംബന്ധിച്ച് അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കാനുള്ള ഒരു സമയം കിട്ടും. ഇപ്പോൾ കർണാടകത്തിൽ അല്ലെങ്കിൽ നോർത്തിലൊക്കെ എവിടെയെങ്കിലും പോയി പ്രവർത്തിക്കാനുള്ള സമയം കിട്ടും. പക്ഷേ ഇത് രസകരമായ കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നല്ല സംഭവങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇപ്പോൾ ഒരു വാർത്ത നടന്നിരിക്കുന്നത് 92 വയസ്സുള്ള ഒരു അമ്മയുടെ വോട്ട് ഇപ്പോൾ വീട്ടിൽ ചെന്ന് അങ്ങനെ വോട്ട് ചെയ്യാമല്ലോ. ഇത്രയും പ്രായമുള്ളവരാണെങ്കിൽ ഒരു ബുദ്ധി പോകണ്ട, അവർ ഉദ്യോഗസ്ഥന്മാർ അവരെ വീട്ടിൽ ചെന്നെടുക്കും. അവിടുത്തെ CPMൻ്റെ നേതാവ് കൂടെ ചെന്ന് അദ്ദേഹം അവരെ വോട്ട് ചെയ്തതായിട്ട് അവരെ വോട്ട് അയാൾ രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. ഏതാണ്ട് 4 ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സസ്പെൻഡ് ചെയ്യുന്നതോ ചെയ്തിട്ടുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കളക്ടർ. അത് വളരെ അങ്ങനെ ദൃശ്യങ്ങളിൽ അത് സത്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ അത് ഒരു ഗുരുതരമായ കുറ്റമാണ്. കൂടെ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അവരത് പിന്നെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ നമുക്കിപ്പോഴാണ് ഇവിടെ ഈ ഒരു വോട്ടിൻ്റെ ഒരു സത്യസന്ധത എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ എത്രത്തോളം പാലിക്കുമെന്ന് അറിയില്ല. എന്നാലും എല്ലാവരും ശ്രമിക്കുന്നതൊക്കെ ഓരോ മണ്ഡലം അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രം പ്രവർത്തിച്ചു വരുന്ന ഇപ്പം നേതാക്കൾ, അവിടുത്തെ ഒരു ലോക്കൽ അണികളെല്ലാം തന്നെ അവരെ പരമാവധി വോട്ടുകൾ ചേർക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ പഴി കേൾക്കും. അവർക്ക് പരമാവധി എങ്ങനെയും വോട്ട് ചേർക്കുക എന്നുള്ളൊരു എന്താണെന്ന് അറിയില്ല. ഇപ്പം മൊത്തം കാസർഗോഡ് നിന്നാണ് ഈ വാർത്തയെല്ലാം വരുന്നത്. മാത്രമല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൂസ് ടോക്ക് നമ്മൾ വിശദമായി ഒന്ന് വിലയിരുത്തേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദമാണ്. EVM എല്ലാ വർഷവും നമുക്ക് ഇപ്പം EVMുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരാതി അല്ലെങ്കിൽ പരിഭവമൊക്കെ കാണാൻ പറ്റാറുണ്ട്. യന്ത്രമാണ്. മാത്രമല്ല എപ്പോഴും എതിരാളി, ഇപ്പം തോൽക്കുന്ന ആൾക്ക് കുറ്റം പറയാൻ അല്ലെങ്കിൽ പഴിചാരാൻ പറ്റിയ ഒരു യന്ത്രമായിട്ടാണ് അത് മാറുന്നത്. പലപ്പോഴും അതാണ് വിധി. അതിൻ്റെ ഞാനത് പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസ് CPM നേതാക്കന്മാരൊക്കെ ഭയങ്കര ഒരു പ്രസംഗിക്കുന്നുണ്ട്. ഇത് BJPക്കാർ തട്ടിപ്പ് നടത്തിയാണ് അധികാരത്തിൽ. എന്നാൽ പിന്നെ അവർക്ക് വളരെ എളുപ്പമായി കേരളത്തിൽ കിടന്ന് ഈ നരേന്ദ്രമോദി വന്ന് കിടക്കുന്ന ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ.
അല്ല ചെയ്തു വെച്ചാൽ പോലെ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇപ്പം എനിക്കൊന്നും ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും ഇപ്പം അതിലെത്തിയിട്ടില്ല. എങ്കിലും നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്തതെല്ലാം തന്നെ എനിക്കൊന്ന് കോൺഗ്രസ് ഭരണകാലത്താണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെ കൊണ്ടുവന്നത്. അതാണ് അതിന്റെ കാര്യം. എന്നിട്ട് ഇവരെന്താണ് തപ്പിത്തല്ല, കാരണം ഇവരെ ഇംപ്ലിമെന്റ് ചെയ്തത്. കാരണം നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇലക്ഷൻ, അതങ്ങനെ പറയാം നമുക്ക് ഇലക്ഷൻ. അപ്പൊ നമുക്ക് ഇപ്പോഴും വരെ പഴയ ബാലറ്റിലൊക്കെ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനൊരു ക്രമീകരണങ്ങൾ, അതിന്റെ ഒരു ചിട്ട. കാരണം മണിക്കൂറുകൾ, എനിക്കൊന്ന് ചേട്ടനൊക്കെ അറിയാം, മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടൊക്കെ ആയിരിക്കും ഇലക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് എണ്ണിത്തീർന്ന ഏത് നേരത്താണെന്നുള്ളതാണ്. ഇന്ന് രാവിലെ എണ്ണി തുടങ്ങിയ നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് പാർലമെന്റ് ഒക്കെ ആകുമ്പോൾ എത്ര പേരുടെ മാൻ പവർ അത്രയും പോകുന്നു. അതെ, ചില റീകൗണ്ടിങ് ആവശ്യപ്പെടും, ചില അങ്ങനെ പിന്നെ ഒന്നേ വീണ്ടും സമയം എടുക്കും. ഇത് രസമുള്ള ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടിംഗ് യന്ത്രം അവിടെ അവർ പരിശോധിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് BJPയുടെ അതിന് കൂടുതൽ വന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് ചെയ്തതിൻ്റെ ഫലം വന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അത് പരിഹരിച്ച് പോകാന്നുള്ളതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഈ ഇത് കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് 82-ൽ. അതിന് വിചിത്രമായ കാര്യം, ഇത് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇത് പരീക്ഷണം നടത്തിയത്. 82-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണുമായിരിക്കാം. ഏതായാലും 1982-ൽ അതൊന്ന് പറഞ്ഞു പോകണം നല്ലതായിരിക്കും. കാര്യം 1982-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ വോട്ടിംഗ് യന്ത്രം പരീക്ഷിച്ചത്. കേരളത്തിലായിരുന്നു, പറവൂർ, വടക്കം പറവൂർ. അതായത് ഇപ്പം വി ഡി സതീശൻ്റെ മണ്ഡലമായ വടക്കം പറവൂരാണ് ഇത് അവിടെ ഇത് പരീക്ഷിച്ചത്. അന്ന് ഈ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് വടക്കം പറവൂർ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് അന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിരുന്നത്, അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ജില്ല, സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല എറണാകുളമായിരുന്നു. അതിൽ തന്നെ വടക്കം പറവൂരാണ് എറണാകുളം ജില്ലയിൽ തന്നെ സാക്ഷരതയിൽ മുന്നിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ യന്ത്രം ഉപയോഗിക്കുന്നതിനെ, കാര്യം അന്ന് വരെ ഈ കുത്തി വോട്ട് ഇടുന്ന ആളെ സംബന്ധിച്ച് ഈ യന്ത്രം എങ്ങനെ പ്രയോഗിക്കുക എന്നുള്ളതൊരു പ്രധാന വിഷയമാണ്. അപ്പോൾ അവിടെ ഏതാണ്ട് 84 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ 50 എണ്ണത്തിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചു, 34 എണ്ണത്തിൽ അല്ല പേപ്പർ ബാലറ്റ് തന്നെ ഉപയോഗിച്ചു. അന്ന് മത്സരിച്ചത് മുൻ സ്പീക്കറായ AC ജോസും ശിവൻപിള്ള എന്ന് പറയും, P ശിവൻപിള്ള, CPയുടെ നേതാവൊക്കെ ആയിരുന്നാണ്. ഏതായാലും ഇത് ഇലക്ഷൻ ഫലം വന്നു കഴിഞ്ഞാൽ AC ജോസ് പരാജയപ്പെട്ടു. സ്വാഭാവികം AC ജോസ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു, ഈ യന്ത്രത്തിൽ ശരിയായി. അപ്പോൾ ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ മറ്റ് 50 പോളിംഗ് സ്റ്റേഷനുണ്ട്, അവിടെ പേപ്പർ ഉപയോഗിച്ച് ഇത് ഇലക്ഷൻ നടത്താൻ പറഞ്ഞു. വീണ്ടും നടത്തിയപ്പോൾ AC ജോസ് ജയിച്ചു. അപ്പോൾ സത്യമായി അതിൻ്റെ നേട്ടം അന്ന് കൊയ്തത് കോൺഗ്രസ്സുകാരാണ്. അവർ പറഞ്ഞ കാര്യം കോടതി അംഗീകരിക്കുകയും അനുമതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ AC ജോസ് എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത് ഒരു നഷ്ടമായിരുന്നിരിക്കാം. കാരണം അദ്ദേഹം ഈ 80-ലെ നായനാർ മന്ത്രിസഭ താഴെ വീണതിന് ശേഷം KK-നായരുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു. അന്ന് നിയമസഭാ സ്പീക്കറായിരുന്ന AC ജോസാണ്. ഭൂരിപക്ഷം ഇല്ലായിരുന്നുകൊണ്ട് സ്പീക്കറെ കാസ്റ്റിംഗ് വോട്ട് കൊണ്ടാണ് ആ മന്ത്രിസഭ നിലനിന്നത്. അവസാനം ലോരപ്പം നമ്മുടെ കാലം മാറിയപ്പോൾ മന്ത്രിസഭ താഴെ പോയി. പക്ഷേ ഈ AC ജോസ് എന്നുള്ള നേതാവിന് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരുപാട് പേര് ദോഷം ഇതുകൊണ്ട് കേൾക്കേണ്ടത്. കാസ്റ്റിംഗ് സ്പീക്കർ എന്ന് വരെ വിളിച്ച് ഇവർ കളിയാക്കാൻ തുടങ്ങി. കാസ്റ്റിംഗ് വോട്ട് കൊണ്ടേ നിലനിൽക്കുള്ളൂ ആ മന്ത്രിസഭ. അപ്പോൾ AC ജോസ് ഒരുപക്ഷെ 82-ൽ അന്ന് ജയിച്ചിരുന്നുവെങ്കിൽ, ആദ്യം തന്നെ ജയിച്ചിരുന്നുവെങ്കിൽ ആദ്യം അദ്ദേഹം മന്ത്രിയാകുമായിരുന്നു, അല്ലെങ്കിൽ സ്പീക്കറെങ്കിലും സ്പീക്കർ ആകുമായിരുന്നില്ല. കാരണം മറ്റ് വളരെ കുറച്ച് ആളെ സ്പീക്കറായിരുന്നിട്ടുള്ളൂ. AC ജോസ് വളരെ പ്രമുഖനായ കോൺഗ്രസിലെ നേതാവാണ്. അദ്ദേഹം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കൊച്ചി മേയറൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ AC ജോർജ് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. വളരെ പ്രഗത്ഭനാണ്. അപ്പോൾ AC ജോസിന് ലഭിച്ച ജീവിതത്തിൽ അതൊരു നഷ്ടമായി തോന്നിയെങ്കിലും, പക്ഷേ പിന്നീട് അത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലായിടത്തും വോട്ടിംഗ് യന്ത്രം വന്നു. പിന്നെ അത് വ്യാപകമായി, അത് സാധാരണ കാര്യമായി. ആലോചിച്ച് നോക്ക്, നമ്മൾ ഇലക്ഷൻ ഫലം അറിയാൻ വേണ്ടി 1-2 ദിവസം കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചാനലുകൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓൺലൈൻ മീഡിയയിലൊക്കെ തന്നെ ജോലി ചെയ്യുമ്പോൾ ഫലം എത്ര പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് അങ്ങ് തീരെയില്ല. ആ യന്ത്രമാകുമ്പോഴേ കാൽക്കുലേറ്റ് വോട്ടെണ്ണൽ തുടങ്ങി ഏകദേശം എനിക്കൊരു 1 മണിക്കൂർ കൊണ്ട് തന്നെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം 1 മണിക്കൂർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആര് ജയിക്കും, ആ രീതിയിലേക്ക് കാര്യം മാറുന്നുണ്ട്. മറ്റാണെങ്കിൽ നമ്മളിപ്പോൾ അവസാന സമയം പ്രഖ്യാപിക്കുന്ന വരെ ഇങ്ങനെ മുൾമുനയിൽ വല്ലാത്ത ഒരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. കാരണം ഈ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഇതിനെതിരെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കേസ് നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളത് വളരെ യാദൃച്ഛികമാണോ എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ നാട്ടിൽ കുറേ രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ഒരുപക്ഷെ ഈ വോട്ടിംഗ് യന്ത്രത്തിനോട് ഒരു അപ്രിയം കാണിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. അത് നമ്മൾ സത്യമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വോട്ടിംഗ് യന്ത്രത്തിൽ ഏതാണ്ട് കുറച്ച് കറക്റ്റാണ് കാര്യങ്ങൾ. ഈ പണ്ടറിയാൽ ഈ പിന്നെ ബാലറ്റ് പേപ്പറാകുന്ന സമയത്ത് പലയിടത്തും കയറി ഇവർ ഇടിച്ചിട്ട് ബലപ്രയോഗം നടത്തി ബൂത്ത് പിടിച്ചെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിൽ അത് വ്യാപകമായിരുന്നു. കേരളത്തിൽ പോലും നമുക്കറിയാം, കണ്ണൂർ പോലുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സാധാരണ പ്രോസസ്സായിരുന്നിരിക്കാം. പക്ഷേ ഈ യന്ത്രം ഉപയോഗിച്ചാകുമ്പോൾ സമയമെടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് മറ്റതുപോലെ ഈ ഇടിച്ച് പെട്ടിക്കത്തിടാൻ പറ്റില്ല. അതിൽ വേറെ ഒരുപാട് ഫോർമാറ്റ്. മാത്രമല്ല
ഇതിൽ നമുക്ക് തന്നെ അറിയില്ല വിപാറ്റ് സംവിധാനം ഉണ്ടല്ലോ, ഇത് നമ്മൾ വോട്ട് ചെയ്തതിൻ്റെ ആ കടലാസ് വെക്കാം. അതിനു വേണ്ടിയാണ് സുപ്രീം കോടതി ആരോ സമീപിച്ചത്, ഇതും കൂടെ എണ്ണണമെന്നുള്ളത്. ഈ പിന്നെ അതിൻ്റെ ഈ പേപ്പറും കൂടെ എണ്ണാൻ തുടങ്ങിയാലേ പിന്നെ അതിനേക്കാളും നല്ലത് ഇനി യന്ത്രം വേണ്ട, നമ്മൾ പഴയതല്ല പേപ്പറിലങ്ങ് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഈ നമ്മുടെ നാട്ടിലെ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സത്യസന്ധവും വളരെ നീതിയുക്തമായി നടക്കുന്നതിന് ഒരു ഇഷ്ടമില്ലാത്ത ആരൊക്കെയോ എവിടെയോ ഉണ്ട്. അതെ, ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. മാത്രമല്ല ഇത് ഒരു രാത്രി കൊണ്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. പല പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണ് വോട്ടിംഗ് മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. അതും എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോട് കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇലക്ഷന് മുമ്പേ തന്നെ പറഞ്ഞ് പരിഹരിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ അതാണ് ഇതുകൊണ്ടാണ് പോരായ്മകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കൃത്യമായി നമുക്കറിയാം, ഇവിടെ തന്നെ 2 പ്രാവശ്യം മോക്ക് പോളിംഗ് നടത്തിയിട്ടാണ്. ഇപ്പോഴും മോക്ക് പോളിംഗ് ആയിട്ട് രാവിലെ, അതായത് ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഒരു മോക്ക് പോളിംഗ് കഴിഞ്ഞിട്ടാണ് ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്രത്തോളം സുതാര്യത ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മറ്റത് ഇതിന് നമ്മൾ പൂർണ്ണമായിട്ട് പറയുന്നതിൽ പോലും മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സുതാര്യത ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായി അങ്ങനെ നമുക്ക് അവരുടെ കൺമുന്നിലാണ്. അത് മാത്രമല്ല വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇന്റർനെറ്റ് സേവനങ്ങളുണ്ട്, എന്തും ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തെളിവുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഈ ആരോപണങ്ങൾ പറയുന്നത്. തോൽവിയുടെ ഭാരം മറ്റൊരാളിലേക്ക് ചുമത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അംഗീകരിക്കുക, അതാണ് വേണ്ടത് ഇവിടെ. ഇപ്പൊ തോറ്റു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അയാളുടെ ഉത്തരവാദിത്തം, കാരണം അയാളുടെ പ്രചരണത്തിന് പ്രശ്നം അല്ലെങ്കിൽ അയാളുടെ ഭരണത്തിന് അതൊക്കെ കൊണ്ടായിരിക്കാം. അതിന്റെ പേരിലൊരു മെഷീനെ പഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പം തെറ്റുകൾ സംഭവിക്കാം, എന്നാലും റിസ്ക്. ഈയിടെയൊക്കെ തന്നെ നമ്മുടെ വാർത്തകളൊക്കെ പഴയത് ശ്രദ്ധിക്കാറുള്ളതാണ്. പലപ്പോഴും വലിയ പ്രമുഖരായ നേതാക്കൾ ഈ EVM കുറ്റം പറയുന്നുണ്ട്, ഇത് BJP മാനിപ്പുലേറ്റ് ആണ്. എന്നാൽ പിന്നെ വളരെ എളുപ്പമില്ലേ ഇത്, അങ്ങനെ ഒരു സാധ്യത അതിനുണ്ടെങ്കിൽ. പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിക്കില്ലായിരുന്നു, അവിടെ BJP ഭരിക്കില്ലേ. അതുപോലെ തെക്കേ ഇന്ത്യ പോലുള്ളൊരു എത്രയോ സംസ്ഥാനങ്ങൾ BJPക്ക് നിലനിർത്താൻ പറ്റാത്ത സംസ്ഥാനങ്ങളുണ്ട്, കേരളം ഉൾപ്പെടെ. നമ്മുടെ 2021 കേരളത്തിലെ ഇലക്ഷൻ പോലും എങ്ങനെയാണ് ഇവർ അപ്പോഴൊക്കെ ഇവരെ അംഗീകരിച്ചിട്ട് ജയം അംഗീകരിച്ചല്ലേ, പക്ഷെ തോൽവി വരുമ്പോൾ മാത്രം അതിനെ എതിർക്കുന്നത്. അതെ, അതെപ്പോഴും അങ്ങനെയാണ്. അത് മാത്രമല്ല അത് കരുതി കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസ്സുകാർ പലപ്പോഴും അവർ ഈ മുതിർന്ന നേതാക്കൾക്ക് അറിയാം, പുതുതലമുറയ്ക്ക് അറിയില്ല. ഈ കോൺഗ്രസ്സാണ് ഇത് കൊണ്ടുവന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സാണ് ഇത് കൊണ്ടുവന്നത് ഇവിടെ ഈ ഇലക്ട്രോണിക് വോട്ട് യന്ത്രം. മാത്രമല്ല നമ്മൾ ലോകത്തിൻ്റെ മുമ്പേ ലോകം വളരുമ്പോഴേ നമ്മളിപ്പോഴും ഈ പ്രാക്തന കാലഘട്ടത്തിലെ പോലെ കടലാസിൽ വോട്ട് ചെയ്ത് പെട്ടിക്കകത്തിട്ട് പിന്നെ ഇത് പിന്നെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ, ഇത് വേർതിരിക്കാനുള്ളതാണ്. ആദ്യം ഇത് മുഴുവൻ വേർതിരിച്ച് മാറ്റി വയ്ക്കും. എത്ര സമയം എടുക്കുമെന്ന് അറിയാം. ഇത് ബണ്ടിലുകളാക്കി മാറ്റി പിന്നെയാണ് ഇത് വോട്ടെണ്ണ തുടങ്ങുന്നത്. അപ്പോഴേക്കും സമയം എത്ര എടുക്കും? ഈ പിന്നെ എന്താണ് ഈ വോട്ടെണ്ണാനിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, കാണിരിക്കുന്ന ഏജന്റുമാരും അവരെ ആഫീസ് കൊടുക്കുന്ന പരിപാടിയാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടപ്പം കാലത്തിനനുസരിച്ച് മാറുക. കാരണം നമ്മൾ ഇപ്പോഴും പഴയ രീതിയിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറയുന്നത് തന്നെ ഓരോ ഇപ്പം വരുന്ന പ്രിസൈഡിങ് ഓഫീസറും അതുപോലെ തന്നെ ഇതിന് വരുന്ന ഇലക്ഷന് വരുന്ന മറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാരും എല്ലാം തന്നെ അവർക്കും കുടുംബമുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ സ്വാഭാവികമായിട്ട് ഇനി ബാലറ്റ് പേപ്പറിലേക്ക് എന്ന് പറയുമ്പോൾ നെഞ്ചിടിക്കുന്ന അവരെ ആയിരിക്കും. ഒരു കാര്യമല്ല, കാരണം എല്ലാവരും അതിന്റെ മനുഷ്യരാണ്. മാത്രമല്ല കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാണ് ഇത്രയും വീണ്ടും ഇതിനെക്കുറിച്ച് ആരോപണം വരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച. കോടതി സമീപിച്ച ആളുകളും ഈ ബാലറ്റ് പേപ്പറിലേക്ക് മാറ്റണം നല്ലതുകൊണ്ടാരോ, ഈ വേപ്പാറ്റ് മറ്റേ അതിൽ വന്ന ആ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ സാധനം മുഴുവൻ എണ്ണണം എന്നുള്ള ആണെന്നാണ് അവരുടെ ആവശ്യം. പക്ഷെ അത് പ്രായോഗികം അങ്ങനെ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ. ഇത്രയും ഒരു രാജ്യത്ത് ഇത്രയും കൃത്യമായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പം അതിൽ വളരെ സുതാര്യത ഉറപ്പാക്കണമല്ലോ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനെ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ വളരെ മോശമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ലോകത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഈ പലർക്കും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നേരത്തെ, ഈ പല ആളുകൾക്ക് ഈ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവില്ല. അറിയാമെങ്കിൽ ചിലപ്പോൾ അറിവില്ല നടിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ അറിയാമെങ്കിൽ അത് പറഞ്ഞ പ്രശ്നമാണല്ലോ. ഇപ്പം നമുക്ക് മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം സാധാരണക്കാർക്ക് അറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്, കോട്ടം ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു പോരായ്മ ഇതിലൂടെ കാണിക്കാൻ വേണ്ടി അവരങ്ങനെ പറയുന്നതാണ്. ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും ഇത് പ്രശ്നമൊന്നും കാണില്ല. ഈ മോക്ക് പോളിംഗ് നടത്തുന്നതിന് എന്തിനാണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എല്ലായിടത്തും മോക്ക് പോളിംഗ് നടക്കും. അങ്ങനെ ഇതൊരു പ്രശ്നമാണ്. അതിലേക്ക് 80ഓളം വോട്ടുകൾ എന്തോ ചെയ്തിട്ടാണ് കൃത്യമായിട്ട് വേർതിരിച്ച് അറിയാൻ എത്ര പേര് എത്ര പാർട്ടിക്ക് അങ്ങനെ ചെയ്ത് അങ്ങനെ ഇതിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊന്നും പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചിട്ടല്ലേ അവർ ഇലക്ഷനിലേക്ക് കടക്കുകയുള്ളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്തി വെക്കും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അത് പരിഹരിച്ചതിന് ശേഷമേ വോട്ടിംഗ് തുടങ്ങുകയുള്ളൂ. പലപ്പോഴും തുടങ്ങാറുള്ളൂ. ഇതൊരു യന്ത്രമാണ്. ഇത് ഏത് നിമിഷം തരാറ് നമ്മൾ വണ്ടി പോകും വാഹനത്തിൽ തരാൻ സംഭവിക്കില്ല. അതുപോലെ ഇതൊരു യന്ത്രമാണ്. മാത്രമല്ല ഞാൻ പറയുമ്പോൾ ആലോചിക്കാറുള്ള കാര്യം, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇവരിത് കൊണ്ടൊന്ന് കറക്റ്റായിട്ട് ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നുണ്ടോ നമുക്കറിയില്ല.
അടുത്ത ഇലക്ഷൻ സമയത്താണ് ഇത് തുറന്നു സർക്കാരിൻ്റെ രീതി അനുസരിച്ച് നമുക്കറിയാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആരും അറിയാമല്ലോ. ഇവർ അടുത്ത ഇലക്ഷൻ തലേദിവസം കൊണ്ടുവന്ന് തുറന്നു നോക്കി ഇതൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തയ്യാറായി കാണും. അപ്പോൾ അതൊരു സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പക്ഷേ പല സ്ഥലങ്ങളിലും ഈ ഏജന്റുമാരെ പോലും ഇരിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. ചില രാഷ്ട്രീയ ജീവനും കൈ പിടിച്ചിരിക്കുന്നവരുണ്ട്. ചിലർക്ക് ഇരിക്കുക വന്നാൽ അവൻ തല്ലി ഓടിക്കും. അത്രയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഭീഷണി ഉണ്ടാവും. അവർ മുൻകൂട്ടി ആദ്യം സ്നേഹത്തോടെ പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഒന്ന് അനുസരിച്ചിരുന്നാൽ കൊള്ളാം എന്ന് പറയും. അനുസരിച്ചില്ലെങ്കിൽ വന്ന ഷേപ്പ് തിരിച്ച് വീട്ടിൽ പോകില്ല. അത് അവർക്ക് എന്നിട്ട് ചെയ്യില്ല, പുറത്തിറങ്ങിയിട്ടില്ല ഉറപ്പ്. അവരൊക്കെ വരുന്നത് നേരത്തെ പറഞ്ഞത് സാധാരണക്കാരൊക്കെയാണ്. പലരും ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത് ചിലർ പറയാൻ ചില മലയോര പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ സ്നേഹത്തോടെ പെരുമാറുന്ന കാര്യം ചിലരൊക്കെ കാടൻ നിയമങ്ങളായിരിക്കും രീതിയായിരിക്കും. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതാണ് ഇതാണ്. കാരണം അവരുടെ ഒരു ആവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ പ്രതികരിക്കും അതിൻ്റെ കാര്യം. പുറത്തിറങ്ങിയ അവരുടെ ജീവനും കൊതിച്ചാണ്. കാരണം ഇവിടെ അവർക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വെളിയിറങ്ങിയാൽ പിന്നെ ആരും സെക്യൂരിറ്റി പോലും കാണില്ല. അതാണ്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ കേരളത്തിൽ മാത്രമാണ് നോക്കേണ്ടത്. നമ്മൾ ഉത്തരേന്ത്യയിലെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് മമ്മൂട്ടിയോട് ഉണ്ടാന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ കണ്ടിട്ടുണ്ട്. തോക്ക് ചൂണ്ടിയൊക്കെയാണ് അവർ വോട്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ ഇരുത്തുന്നത് തന്നെ അങ്ങനെയാണ്. ആ രീതിയാണ് അവിടുത്തെ ഭയങ്കര പലയിടത്തും ഇപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തോക്കുമായിട്ട് തന്നെയാണ് വരുന്നത്. തോക്കുമായിട്ട് ആളെ പാവങ്ങളെ അവരെ തന്നെ ആടിത്തലച്ച് കൊണ്ടുവന്ന് ക്യൂവിൽ അവരെ തന്നെ നിർത്തി അകത്തൊന്നും വേറെ ആരും കാണില്ല. ഇവരെ കൂടെ വോട്ടിന് പോകാറുണ്ട്. കാരണം അങ്ങനെ പോയി അവർ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ രീതിയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ അത്ഭുതമാണ്. അതൊക്കെ പക്ഷേ നമ്മൾ ഇപ്പം എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും ഒരു കേന്ദ്ര നിരീക്ഷകനുണ്ട്, ഒരു ഒബ്സർവർ ഒരാളുണ്ട്, കേന്ദ്ര നിരീക്ഷകൻ. പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാമല്ലോ. അത് ഒരിക്കലും നമ്മുടെ നാട്ടുകാരനായിരിക്കുമല്ലോ, അദ്ദേഹം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ അവിടുത്തെ കേഡറിലെ IAS IPS ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ അവരുടെ നമുക്ക് പറയാം, അവർക്കൊരു പരിഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇത് ഒന്നുമല്ല, വളരെ നമുക്കുള്ള രീതി ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇതാ തട്ടിപ്പാണ് നമ്മളങ്ങ് പറയും. തട്ടിപ്പാണെന്ന് പ്രഖ്യാപിക്കണം. അപ്പോൾ നമ്മൾ ഈ സർവേക്ക് പോയപ്പോൾ ഒരാളിൻ്റെ അടുത്ത് ഇങ്ങനെ സർവേ ആണ് കൊടുത്തു, അയാളിങ്ങനെ മടക്കി തിരിച്ചിങ്ങനെ എന്നിട്ട് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് തട്ടിപ്പെന്ന് പറഞ്ഞു. അല്ല എന്ത് തട്ടിപ്പാണെന്ന് പറഞ്ഞെന്നായിരിക്കാം. അതെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതുപോലത്തെ അതാണ് ചില ആളുടെ ഒരു ബേസിക് നേച്ചറാണത്. ഇവരുടെ വിശ്വാസത്തിൽ ഈ സർവേ ഫലം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു നമ്മൾ ഇവരുടെയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സർവേ ഫലങ്ങളും വരുന്നുണ്ട്. നമ്മൾ സർവേ ഫലം നോക്കുന്നില്ല, നമ്മൾ ഇവരെ പെട്ടിയിൽ അവർ മടക്കി അവർ നമ്മൾ നോക്കുന്നില്ല അവർ ആർക്കാണ് ഇത് ഇടുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തും കൊല്ലത്തും ആറ്റിങ്ങലും പോയിട്ട് എൻ്റെ സങ്കല്പത്തിന് വിപരീതമായിട്ടുള്ളതാണ് അവസാനം വന്നത്. ഞാൻ തിരുവനന്തപുരത്തെ ആൾ സംസാരിക്കുക ചെയ്യുമ്പോൾ ഇടപെടുമ്പോൾ നമുക്ക് തോന്നുന്നവരെല്ലാവരും പിന്നെ രാജചന്ദ്രശേഖരനാണ് മുൻതൂക്കമെന്നാണ് ഞാനും കരുതിയിരുന്നു. പക്ഷേ ഇവിടെ വന്നത് പിന്നീട് നമ്മൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പം ശശി തരൂരാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. ഇതുവരെ എല്ലായിടത്തും ഇതങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതും ശരിയാവണമെന്നില്ല, ഇനി അത് ശരിയാവുന്ന യാതൊരു നിർബന്ധമില്ല. ഇത്രയും ലക്ഷക്കണക്കിന് ആൾ വോട്ട് ചെയ്യുന്നത് നമ്മളതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ 100% ശരിയാവണമെന്നൊന്നും നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നതുമില്ല. ഇപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിയാണ്. സർവേ എന്നാണ് എൻ്റെ പേരെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുക. പണ്ട് ഇതുപോലെ കലാകുമുദിയിലൊക്കെ ഈ സർവേ വരുമായിരുന്നു. ഇതുപോലെ ചിലപ്പോൾ വലിയ കൃത്യമായിട്ട് സംഭവിക്കും, ചിലപ്പോൾ ഒന്നും സംഭവിക്കും, നേരെ വിപരീതം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. വോട്ടിംഗ് യന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് സാധനമാണെന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ വിചാരിച്ചാൽ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു, അതായത് നമുക്കിപ്പോൾ എന്തും പ്രവചിക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ ആർക്ക് ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ ഘടനയും അല്ലെങ്കിൽ ശക്തി ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതുപോലെയല്ല, ജനത്തിൻ്റെ മനസ്സിൽ അന്ന് എന്താണ്, ചിലപ്പം തലേ ദിവസം വരെ വെറുക്കുന്ന പാർട്ടി ചിലപ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചിലപ്പോൾ അവരെ മനസ്സ് മാറാതെ മതിയാവും. അതെ, ഇപ്പം അതിനകത്ത് നമുക്ക് 100% ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാണെന്ന് തോന്നില്ല. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നിലകൊള്ളുന്ന പാർട്ടികളാണ് ഇതെന്നൊക്കെ പറയുമെങ്കിൽ പോലും അവസാന സമയം അവർക്കെന്ത് നേട്ടം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വിധി ചെയ്തതാണ്, ജനവിധി ചെയ്തതാണ്. ഇപ്പം എന്താണ്, നമുക്ക് എന്ത് ഗുണം ഉണ്ടായി, ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും, അതൊക്കെ നോക്കി കൃത്യമായിട്ട് അവർ ചെയ്യുള്ളൂ. അല്ല അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടം വോട്ടിംഗ് യന്ത്രം തന്നെയാണ്. വോട്ടിംഗ് യന്ത്രത്തിന് വിശ്വാസ്യത ഉണ്ട്, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ BJPക്ക് ഇന്ത്യ മുഴുവൻ അങ്ങ് ഭരിക്കില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്, പണ്ട് ഭരിച്ചിരുന്ന കോൺഗ്രസ് ആരെങ്കിലും സാധനം ഇരിക്കുകയല്ലായിരുന്നു, അവർക്ക് അന്ന് എന്നേക്കും ഒരു അധികാരം പിടിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇത് അങ്ങനെ അല്ല. ഈ കൊണ്ടുവന്നവർ തന്നെ അവസാനം ഇതിനെതിരെ പിന്നെ വിമർശന രംഗത്ത് ഇറങ്ങുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പം ഈ പുതിയ തലമുറയിലെ നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടായിരിക്കും അവരാണ് കൊണ്ടുവന്നെന്നുള്ളത്. എന്ത് സംഭവിച്ചാലും അതൊക്കെ മോദിയുടെ തലയിൽ വയ്ക്കാമെന്നുള്ള രീതിയാണ് ഇപ്പോൾ സംഭവിക്കാറുള്ളത്. ഈ അടുത്തടുത്ത് എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു നേതാവിനെയൊക്കെ ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ടൊക്കെ വഴി വെച്ച് റെയ്ഡ് ചെയ്ത് പിടിച്ചു. BJP നേതാവ് ഉത്തരേന്ത്യയിൽ എവിടെയോ മിസോറാമിൽ എവിടെയോ കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിലൊക്കെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതിനെയൊക്കെ മറപറ്റി അതിനെയൊക്കെ ചുവട് പിടിച്ചായിരിക്കും ഇതൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മളതും ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിനകത്ത് 100% സുതാര്യതയുണ്ട്, പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ആൾക്കാരുടെ ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരം നൽകേണ്ട കാര്യങ്ങളും
അല്ല അത് ഈ പറഞ്ഞ പോലെ ഈ നോർത്ത് ഈസ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കുക എന്ന് വെച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഭവങ്ങളെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് മൊത്തം ഇങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശുദ്ധാസംബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിനൊക്കെ എതിരെ പറയുന്നത് തന്നെ നമ്മളൊരു എന്താ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്തോട്ട് യോജിക്കാത്ത കാര്യമാണ്. നമുക്ക് തന്നെ എളുപ്പമല്ലേ, പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് പോകാമല്ലോ ഈ പ്രോസസ്സ് തന്നെ. ഇപ്പം നമ്മളല്ലാതെ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവരോട് നമ്മൾ പത്രപ്രവർത്തക യൂണിയനിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമല്ലോ. ഞാനും ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അതറിയാം. കാര്യം നമുക്ക് ഇത് മുഴുവൻ കുത്തണ്ടേ, നമ്മൾ ഇടിച്ചിടിച്ച് നമ്മൾ മഷി മുക്കണം, ഇടിക്കുക, ഇതൊന്നും വേണ്ട, വിരളം നമർത്തിയാൽ മതിയല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ ഒറ്റതിൽ. അപ്പോൾ അത് എത്രയും എളുപ്പത്തിലാക്കി, അത് ഫലപ്രദമാണ്, അത് വളരെ എന്താണ് അതിന് ക്ലാരിറ്റി ഉള്ളതാണ്, ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാലും ഇന്നിരുന്നോട്ടെന്നുള്ളതാണ്. ഇവരൊക്കെ തന്നെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം എന്താ പറയാനാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലെന്ന് വല്ല ഒരു ഫോണിൻ്റെ വാച്ച് അല്ലെങ്കിൽ ഒരു വാച്ച് കൊണ്ട് അറിയാൻ പറ്റുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു വാച്ചിലൊരു ലിസ്റ്റ് കൊടുത്തെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതേ കണക്കാണ് നമ്മൾ വീണ്ടും പഴയ മറ്റേ കീപാഡ് മൊബൈലിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്ന ചർച്ച ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ഈ ഒരു EVM മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇനി ഇതിന്റെ അടുത്ത തലമുറ ചിലപ്പോൾ ഇനിയും ഇതിനും കാട്ടിനോളം ഞെട്ടിക്കുന്ന രീതിയിൽ പലതും വരുമായിരിക്കും. 2-3 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നേതാവ് മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഗംഭീര മൊബൈൽ, ഐഫോണിൻ്റെ ഏറ്റവും വിലകൂടി. അപ്പം പുള്ളിയുടെ അനന്തരം വിദേശത്ത് നിന്ന് ആരോട് കൊടുത്താണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൽ ഫോൺ ചെയ്യാനും എടുക്കാനും മാത്രമേ അറിയാവൂ, അതല്ലാതെ ഇതിൻ്റെ യാതൊരു സംവിധാനം വാട്സപ്പ് ഉൾപ്പെടെയുള്ള ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു ബേസിക് പ്രശ്നം. പിന്നെ അറിയാമെന്നുള്ള ആൾ അറിഞ്ഞുകൊണ്ടാന്ന് ഭാവിക്കുകയും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇവരുടെ അടുത്തൊക്കെ പറയും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാണ്, അറിയാൻ പാടില്ലാത്ത കുറേ ശാസ്ത്ര സാങ്കേതികമൊക്കെ അവരൊക്കെ പറയും, അതുകൊണ്ടാണ് ഇത് ശരിയാവാത്തതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങളായിട്ട് നമുക്ക് കണക്കാക്കിയാൽ മതി. അതൊരു എന്തായാലും ആര് ജയിച്ചാലും തോറ്റാലും എന്തായാലും പഴി എന്തായാലും ഉണ്ടാകും. കാരണം തോൽവി ഇപ്പോൾ ജയം ഒരാൾക്കേ ഉണ്ടാവുള്ളൂ, അപ്പം തോൽവി ഉണ്ടാവും. അപ്പോൾ എന്തായാലും അവർ തന്നെ എന്തായാലും കുറ്റപ്പെടുത്തും. എന്തായാലും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഈ EVMകൾക്ക് എന്തായാലും പഴി എന്തായാലും കേൾക്കേണ്ടി വരും. ഇപ്പം കൃത്യമായി എത്ര കൃത്യതയോടെ പറഞ്ഞാലും ശരി തന്നെ ഈ ഒരു ഇലക്ഷനിൽ ഒരാൾ ജയിക്കും, അതുപോലെ തന്നെ 2 പേര് തോക്കലും 3-4 പേര് തോൽക്കും. അവരെല്ലാം തന്നെ ഒന്ന് തിരിയുന്ന ചിലപ്പോൾ ഇതിനിടയായിരിക്കും. എന്തായാലും ഇനിയൊരു സാഹചര്യം അതിനെയാണ് കാണുന്നത്. അല്ല, അത് ഒന്നീ സ്വന്തം കുറ്റം കണ്ടുപിടിക്കുന്നതിനോ അതല്ലെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള ഒരു വിലയിരുത്തലിനോ പകരം ഇതൊക്കെ യന്ത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. ഒരുപക്ഷെ അന്ന് വടക്കംപറവൂരിൽ ഇലക്ഷൻ നടന്നപ്പോഴും ചിലപ്പോൾ യന്ത്രം കൃത്യമായിരുന്നിരിക്കാം, പക്ഷെ അന്ന് നമ്മുടെ നാട്ടിൽ ഇത് വന്നിട്ടില്ല. അതായിരുന്നിരിക്കാം ഒരുപക്ഷെ നമ്മൾ കോടതി പോയപ്പോൾ അത് നിന്ന് അവർ പിന്നെ ബാലറ്റ് പേപ്പറിൽ നടത്താൻ തീരുമാനമെടുത്തത്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. എന്നാൽ പിൽക്കാലത്ത് പക്ഷേ ഇതെല്ലാം വളരെ വ്യാപകമാവുകയും നമ്മുടെ നാട്ടിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ആളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല, ഒന്ന് അമർത്തിയാൽ മതിയല്ലോ. അത് അറിഞ്ഞിടാത്ത ആരും ഇല്ല, എല്ലാവർക്കും അത് എളുപ്പമാണ്. പ്രായമായ മനുഷ്യർക്ക് തന്നെ ഈ വോട്ട് സീലടിക്കുമ്പോൾ ചിലപ്പോൾ പ്രായമുള്ളവർക്ക് മാറിപ്പോവുകയും ചെയ്യുമായിരിക്കാം. ഇതങ്ങനെ സംഭവിക്കില്ല. ഇപ്പം തന്നെ അങ്ങനെ വരാൻ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ പ്രായമായവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കാലം, അത് ഉപയോഗിക്കുമെങ്കിൽ പിന്നെ ഇതെന്താണ് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ. എന്തായാലും അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും കേരളം 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പേരുള്ള വിവാദങ്ങളൊക്കെ വെറുതെ ഒരു വിവാദമായി തന്നെ തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഇന്ന് 1-ാം ഘട്ടം തിരഞ്ഞെടുപ്പ് വളരെ വലിയ അപകടമൊന്നുമില്ലാതെ കടന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ കാര്യം ഈ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഏതായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. കേരളത്തിൽ 26-ാം തീയതി നടക്കുന്ന വോട്ടൊക്കെ സമാധാനപരമായി നടക്കട്ടെ. നമുക്ക് അവസാനം ഇന്ത്യ വളരെ ശക്തമായൊരു ഭരണകൂടം ഇന്ത്യക്ക് ഉണ്ടാകട്ടെ. കാര്യം ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് എപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൂടി കടമയാണ്. നമസ്കാരം.